ക്രൈസ്തവ സഭകൾക്കെതിരെ സംഘപരിവാർ സംഘടനകൾ വാളോങ്ങുകയാണ്. പ്രതീക്ഷിച്ച വോട്ട് പെട്ടിയിലായില്ലെന്ന് ബോധ്യം വന്നതോടെ PC ജോർജും ഷോൺ ജോർജും മാത്രമല്ല TP സെൻകുമാറും RSS മുഖപത്രം കേസരി വരെ സഭകൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇന്നലത്തെ പത്രം എടുത്ത് അമിത്ഷാജി വെച്ച് ഇതെന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ ഉത്തരം പറയുന്നത്? തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് അനുകൂലമായി ലഭിച്ചില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് അമർഷം മറനീക്കി പുറത്തു വന്നതെന്ന് വ്യക്തം. PC ജോർജും മകനും സഭയ്ക്കെതിരെ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖരനും ക്രിസ്ത്യാനികൾക്കുമെതിരെ TP സെൻകുമാർ ഇത്ര ക്രൂരമായ കാര്യം ഹിന്ദുക്കളോട് ചെയ്യുന്നയാളെ എങ്ങനെയാണ് BJP പ്രസിഡന്റാക്കിയത് എന്നാണ് സെൻകുമാറിന്റെ ചോദ്യം. FCRA നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയും BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളം തെറ്റുകയും ചെയ്തുവെന്ന് സംഘപരിവാർ സംഘടനകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ക്രൈസ്തവ സഭകളെ രൂക്ഷമായി വിമർശിച്ച് RSS മുഖപത്രം കേസരി വെളിപ്പെടുത്തുന്നത് ഇതാണ്. നിയമ ഭേദഗതിക്കെതിരെ ക്രൈസ്തവ സഭകളും ചില മെത്രാന്മാരും ഉറഞ്ഞു തുള്ളുകയാണെന്നും നിങ്ങൾ എന്നാണ് BJP പിന്തുണച്ചിട്ടുള്ളതെന്നും സഭകൾ വിരട്ടുന്നത് ആരെ എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലൂടെ ചോദിക്കുന്നു. എല്ലാ കാലത്തും BJPക്കും സംഘപരിവാറിനുമെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ഇല്ലാത്ത ആക്രമണങ്ങളുടെയും ചെയ്യാത്ത തെറ്റുകളുടെയും പേരിൽ സംഘത്തെയും പരിവാറിനെയും BJPയെയും കുരിശിൽ തറക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ രക്തസാക്ഷി പരിവേഷവുമായി നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. BJP അധികാരത്തിലെത്തുമ്പോഴൊക്കെ സഭാ താൽപര്യത്തിനും ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടാനും BJP നേതൃത്വത്തോട് പരസ്യമായി ഒട്ടുകയും രഹസ്യമായി കുത്തുകയും ചെയ്ത നിലപാട് ക്രൈസ്തവ സഭകൾ അനുവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്നും കേസരി മുഖപ്രസംഗം. ക്രൈസ്തവ സഭകളും സംഘവും തമ്മിലെ ഏക പ്രശ്നം മതപരിവർത്തന ശ്രമങ്ങൾ സംബന്ധിച്ച് മാത്രമാണ്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തും ലോകത്തെമ്പാടും ക്രൈസ്തവ സഭകളുടെ മതപരിവർത്തന ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും അതിനെ നയിക്കുന്നതും കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളും പുരോഹിതന്മാരുമാണ്. ഏതാണ്ട് 12,000 പുരോഹിതരും 20,000-ലേറെ കന്യാസ്ത്രീകളും സുവിശേഷ പ്രവർത്തനം എന്ന പേരിൽ മതപരിവർത്തന ശ്രമം നടത്തുന്ന കാര്യം സത്യമാണെന്നും കേസരി. മദർ തെരേസ മുതൽ ദയാഭായ് വരെയുള്ള സേവന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം മതപരിവർത്തനമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സഭകൾക്ക് ലഭിക്കുന്ന വിദേശ പണം പറയുന്ന ആവശ്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിലും ഇതേക്കുറിച്ച് പഠിക്കുന്ന എല്ലാവർക്കും ധാരണയുള്ളതാണ്. രാജ്യത്തെത്തുന്ന പണം അതത് സ്ഥാപനങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് നിയമ ഭേദഗതി കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭകൾക്ക് മാത്രം ഇത്ര ആശങ്ക ഉണരാനും പ്രശ്നമുണ്ടാക്കാനും കാരണം എന്താണ്? ജഗതി ശ്രീകുമാർ സിനിമയിൽ പറയുന്ന മാതിരി ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ പിടിക്കാനാണ്, ഞങ്ങളെ പീഡിപ്പിക്കാനാണ് എന്ന് പറഞ്ഞാണ് ക്രൈസ്തവ സഭകളും മെത്രാന്മാരും അലമുറയിടുന്നത്. നഷ്ടപ്പെടാനും മറച്ചുവെക്കാനും എന്തൊക്കെയോ ഉള്ളത് കൊണ്ട് അല്ലേ ഇതെന്ന് സാധാരണക്കാർ പോലും സാമൂഹിക മാധ്യമങ്ങളിൽ ചോദിക്കുന്നതായി കേസരി മുഖപ്രസംഗം. ഇല്ലാത്ത പുലി വരുന്നേ എന്ന് പറഞ്ഞ് ആശങ്ക സൃഷ്ടിക്കുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയും ചെയ്താൽ നേരിടാൻ ഹൈന്ദവ സമൂഹം തയ്യാറാകേണ്ടി വരുമെന്നാണ് ലേഖനത്തിലെ മുന്നറിയിപ്പ്. RSSന് പരവതാനി വിരിച്ച് കേരളത്തിൽ കളിക്കുന്ന കാസ ഇത്തരം സംഭവവികാസങ്ങൾ അറിയുന്നുണ്ടോ ആവോ?